അബുദാബിയിൽ രണ്ടിടത്ത് ഇറാൻ ആക്രമണം. ഹബ്ഷാൻ ഗ്യാസ് കേന്ദ്രത്തിന് തീപിടിച്ചു. അജ്മാൻ മേഖലയിലും ആക്രമണം ഉണ്ടായി. ദുബായ് ജബൽ അലിയിലെ ഹിന്ദു ക്ഷേത്രവും സിഖ് ഗുരുദ്വാരയും താൽക്കാലികമായി അടച്ചെന്ന് അധികൃതർ. ഷിനോജ് ശംസുദ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിനോജ്, ഇന്നിപ്പോൾ യുഎഇയിലെ സാഹചര്യം എങ്ങനെയായിരുന്നു? ആശങ്കപ്പെടേണ്ട ഒരു സ്ഥിതി നിലനിൽക്കുന്നുണ്ടോ ഇപ്പോൾ? അലിഷ, ഇന്ന് രാവിലെ മുതൽ വിവിധ എമിറേറ്റുകളിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനിടയിലാണ് അബുദാബിയിൽ നിന്ന് നിർണായക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. ഹബ്ഷാനിലെ ഗ്യാസ് കേന്ദ്രത്തിൽ ഉണ്ടായ ആക്രമണത്തിൽ മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ് തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇപ്പോൾ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അബുദാബിയിലെ തന്നെ അജ്മാൻ എന്ന സ്ഥലത്തും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവിടെ വലിയ നിർണായകമായ വ്യവസായങ്ങളും മറ്റുമുള്ള ഒരു മേഖലയാണ് അജ്മാൻ. അവിടെ പക്ഷേ നാശനഷ്ടങ്ങളുടെ വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അടുത്ത മണിക്കൂറുകളിൽ അതിന്റെ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിൽ ദുബൈയിൽ വളരെ വലിയൊരു ജാഗ്രത മുന്നൊരുക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് വിവിധ ആരാധനാലയങ്ങൾ ഇന്ന് താൽക്കാലികമായി അടച്ചതായി ഉള്ള അറിയിപ്പ് വന്നിട്ടുള്ളത്. ഇന്ന് ദുഃഖവെള്ളിയാണ്. സാധാരണ നിലയിൽ ഇവിടുത്തെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പല ശുശ്രൂഷകൾക്കും പ്രാർത്ഥനകൾക്കുമായി ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തേണ്ട ദിവസമാണ്. പക്ഷേ പല പള്ളികളിലും ഇന്ന് അത്തരം ചടങ്ങുകൾ നടക്കുന്നില്ല. അത് നിർത്തിവെച്ചിരിക്കുന്നു. പള്ളികൾ അടച്ചിട്ടിരിക്കുകയാണ് എന്നുള്ള ഒരു അറിയിപ്പാണ് ലഭിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ചില ആരാധനാലയങ്ങൾ ഓൺലൈനിലേക്ക് ഇതിന്റെ സർവീസും മറ്റും മാറ്റിയിട്ടുണ്ട്. ഒപ്പം ജബൽ അലിയിലും അതേപോലെ തന്നെ ബർദുബയിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രവും താൽക്കാലികമായി അടച്ചിടാൻ തീരുമാനിച്ചതായി ക്ഷേത്ര ഭരണസമിതി അറിയിച്ചിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങളാൽ സർക്കാർ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളും ഇപ്പോൾ അടക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ദുബൈയിൽ പ്രവർത്തിക്കുന്ന സിഖ് മതസ്ഥരുടെ ഗുരുദ്വാരയും താൽക്കാലികമായി അടച്ചിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ മറ്റ് എമിറേറ്റുകളിൽ, അതായത് അബുദാബി, ഷാർജ, ഫുജൈറ തുടങ്ങിയ എമിറേറ്റുകളിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ശുശ്രൂഷകളും മറ്റും നടക്കുന്നുണ്ട്. ഈസ്റ്റർ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ ദുബൈയിലാണ് ഇപ്പോൾ ഇത്തരമൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അനീഷ. ശരി, ഷിനോജ് ശംസുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.